ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് മടക്കയാത്രയിലാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് കരുതി ഇടയ്ക്ക് നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇഷ്ടംപോലെ വഴിയോരങ്ങളിൽ കടകൾ, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നല്ല രീതിയിൽ കഴിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഈ ചെറിയ ഷോപ്പുകളിൽ നിന്ന് ഞങ്ങൾ ചൂടുള്ള ചായയും ചൂടോടെ നൂഡിൽസും ഒക്കെ വാങ്ങിക്കഴിച്ചു. പിന്നെ എവിടെ നോക്കിയാലും കാണുന്ന ഒരു വിഭവമാണ് ക്യാരറ്റ്. അത് പച്ചയ്ക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചെടിയോടെ തന്നെ വാങ്ങാൻ കിട്ടും. അത് പച്ചയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ ആവിയിൽ പുഴുങ്ങിയ ചോളം, അതൊക്കെ ഈ ചെറിയ കടയിലുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കഴിച്ചു. 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഇവിടെ നല്ല തണുപ്പും കോടമഞ്ഞും ഒക്കെയാണ്. ഊട്ടിയിൽ നിന്നത്തെ യാത്ര കോയമ്പത്തൂർ റൂട്ടിലാണ്. പല യാത്രകളും ഇതുവഴി വന്നിട്ടുണ്ട്. അത് പക്ഷേ രാത്രിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതിലെയുള്ള റോഡ് ട്രിപ്പ് പകൽ സമയത്ത് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും യാത്ര പകൽ സമയമാണ്. പോകുന്ന വഴിക്കുള്ള നല്ല ഇരുവശങ്ങളിലെയും നല്ല അരുവികളും മലകളും താഴ്വരകളും ഒക്കെ ആസ്വദിച്ചുള്ള ഒരു യാത്രയാണ്. റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ യാത്രകളും മനസ്സിന് നല്ല ഉന്മേഷവും വ്യത്യസ്തമായ അനുഭവങ്ങളുമാണ് നമുക്കത് നൽകുന്നത്. ഊട്ടി എത്ര തവണ കണ്ടാലും മടുപ്പ് തോന്നില്ല. ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള റൂട്ടിൽ 13 14 ഹെയർ പിന്നാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഊട്ടിയിലേക്ക് പോയത് വയനാട് വഴിയാണ്. കോഴിക്കോട് നിന്നും താമരശ്ശേരി ചുരത്തിലൂടെ വയനാട് യാത്ര, അവിടെ നിന്ന് ഊട്ടിയിലേക്ക്. ആ റോഡ് യാത്രയും സൂപ്പർ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ കൂനൂരെന്ന് പറയുന്ന സ്ഥലമാണ് അടുത്ത് എന്ന് തോന്നുന്നു. ഈ കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ഒരു നാരോ ഗേജ് തീവണ്ടി യാത്രയുണ്ട്. അതിമനോഹരമാണ്. പക്ഷേ ഈ സമയത്ത് വന്നാൽ നമുക്ക് എപ്പോഴും ടിക്കറ്റ് അവൈലബിൾ അല്ല. നേരത്തെ ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നാൽ മാത്രമേ ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റൂ. 2 മാസം മുൻപൊക്കെ തന്നെ ബുക്ക് ചെയ്യണം. കൂനൂരിൽ നിന്നും ട്രെയിൻ കയറി വേണം നമ്മൾ ടോയ് ട്രെയിനിൽ ഊട്ടിക്ക് പോകുന്നത്. വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. കൂനൂരിൽ നിന്നും ഊട്ടിക്ക് ഈ ട്രെയിനിൽ പോകുന്ന ഒരു 1.5-2 മണിക്കൂറൊക്കെ മതി. മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിക്ക് പോകാമെന്ന് പറയുന്നു. അത് കൂടുതൽ സമയമെടുക്കും. നമ്മൾ കാറിലൊക്കെ പോകുന്നവരാണെങ്കിൽ കൂനൂരിൽ ഈ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സൗകര്യമായിട്ട് പോയി വരാൻ പറ്റും. വളരെ നല്ലൊരു യാത്രാനുഭവം തരുന്ന കാഴ്ചയാണത്. എല്ലാ സമയത്തും ഈ ട്രെയിൻ അവൈലബിൾ അല്ല. കാരണം വലിയ മഴയും ക്ലൈമറ്റ് പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ ട്രെയിൻ കാണുകയില്ല. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട്. ഈ കോയമ്പത്തൂർ യാത്രയിൽ ഹെയർ പിൻ വഴി പോകുമ്പോൾ പലയിടത്തും തടസ്സങ്ങളുണ്ടായിരുന്നു. ഒത്തിരി സമയം ഹെയർ പിന്നിലൊക്കെ ട്രാഫിക് നല്ല തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞ് കിടന്നതും അതുപോലെ മണ്ണ് നീക്കുന്നതും എല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. എങ്കിലും പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ആ പ്രയാസമൊന്നും വലുതായിട്ട് തോന്നുകയില്ല.
ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.